ഈ റമദാനിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പുരാതന പള്ളികളിൽ പോയിട്ട് തറാവീഹ് നിസ്കരിക്കാനായിരുന്നു. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. ഓരോ ദിവസവും ഓരോ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളത്. 500ഉം 1000ഉം വർഷം പഴക്കമുള്ള ഇത്തരം പള്ളികളിൽ നിസ്കരിക്കുമ്പോഴുള്ള ഫീലിംഗ് അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് പിറകിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചരിത്ര മുഹൂർത്തമായിരിക്കും ഓരോ പഴയ പള്ളിയിലേക്കും യാത്ര തിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇത്തരം പള്ളികൾക്ക് 1000 പേരുടെ ത്യാഗോജ്ജലമായ പോരാട്ടത്തിൻ്റെ കഥ പറയുവാനുണ്ടാകും. നാട്ടിൽ എത്രയെത്ര ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള പുതിയ പള്ളികളാണ് ഉയർന്നു വരുന്നത്. എന്നാൽ ഇത്തരം പഴയ പള്ളികളിൽ നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന ആത്മീയ അനുഭൂതി അത് വേറെ തന്നെയാണ്. പള്ളിയുടെ ഓരോ ഇടനാഴിയിലൂടെയും നടന്നു പോകുമ്പോൾ മരം കൊണ്ട് നിർമ്മിച്ച തൂണുകളും വാതിലും ജനാലയും ഒക്കെ കാണുമ്പോൾ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഇന്നലകളിലെ ഓർമ്മകളിലേക്ക് അറിയാതെ യാത്ര തിരിക്കും. ഇത്തരത്തിൽ ചരിത്രമുറങ്ങിക്കിടക്കുന്ന കേരളത്തിലെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്മാരകമായി നിലകൊള്ളുന്ന പഴയ പള്ളിയാണ് കോഴിക്കോട് കുറ്റിച്ചിറയിലുള്ള മിഷ്കാൽ പള്ളി. അറേബ്യൻ വ്യാപാരിയായിരുന്ന നഹൂദ മിസ്കാൽ AD 1300-നും 1330-നും ഇടയിലാണ് സാമൂതിരി രാജാവ് ദാനമായി നൽകിയ സ്ഥലത്ത് ഈ പള്ളി നിർമ്മിച്ചത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായിരുന്നു ഈ മിഷ്കാൽ പള്ളി. അനേകം വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാർ പള്ളിക്ക് തീ ഇടുകയും സാമൂതിരിയുടെ സൈന്യം അതിന് പകരമായിട്ട് പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട നശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. പുകളാലുലകെങ്കും ഉയരെன்றോരുതി തിങ്കും അഹമ്മദ് പ്രവാചകരോസാ പുരിയങ്കൂരെ മക്കക്കൂതി നീതി അധിപതി സരഗുണ സോമസുരരാസാ മരതക മൊഴിവേ തെളിവേ ജഗമിക ഗുരുവേ മരതക മൊഴിവേ തെളിവേ ജഗമിക ഗുരുവേ മധുരസമൊളിവേ തെരുവീർ പെരിയവൻ തെരുവേ